എന്താ ഒന്നും മിണ്ടാത്തെ? കുളിച്ചില്ലേ? ഇല്ല. ചതിച്ചോ ഇല്ലാതെ? അറിയുമാ അറിയുമാ റംലത്തും കുഞ്ഞു മുഹമ്മദ് സാഹിബും തമ്മിലുള്ള വിവാഹം ഞാൻ ഉറപ്പിച്ചു. ഉറപ്പിച്ചു? പക്ഷേ അത് നടക്കില്ല. നടക്കില്ലേ? അതെന്താ? റംലത്ത് സുൽഫിക്കറിൽ നിന്നും ഗർഭിണിയാണ്. റംലത്ത് ഗർഭിണിയോ? അതെ. ചെയ്യരുതാത്ത പ്രവൃത്തികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് സുൽഫിക്കറിൽ നിന്നും റംലത്തിന്റെ മൊഴി വാങ്ങിയതിന് പടച്ചോൻ നമ്മെ ശിക്ഷിച്ചിരിക്കുകയാണ്. ശിക്ഷിച്ചിരിക്കുന്നു. ആർക്കും ദജ്ജാൽ അബുവിനെ ശിക്ഷിക്കാൻ കഴിയില്ല. എന്ത് തന്നെയായാലും റംലത്തും കുഞ്ഞു മുഹമ്മദ് സാഹിബും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും. ആ കല്യാണം നടത്താൻ പറ്റില്ല. നടത്താൻ പറ്റില്ല. കാരണം ഞാനിപ്പോ സുൽഫിക്കയുടെ കുഞ്ഞിന്റെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം എത്രയും വേഗം നടത്തിയേ മതിയാകൂ. ഒരു സ്ത്രീക്ക് 2 ഭർത്താക്കന്മാരോ? ഞാനിപ്പോഴും സുൽഫിക്കയുടെ ഭാര്യയാണ്. ബാപ്പ പറയുന്ന വിവാഹത്തിന് നിയമം എതിരാണ്. എന്റെ ഒരു നിയമം എനിക്കതൊക്കെ പുല്ലാടി. നിയമത്തിൽ തൊട്ട് കളിക്കുന്നത് അപകടമാണ്. ഗർഭിണിയായ പെണ്ണിനെ മൊഴി ചൊല്ലാൻ പാടില്ലെന്നാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അഥവാ ചൊല്ലിയാൽ തന്നെ നിയമപ്രകാരം ആ ബന്ധം അറ്റുപോവില്ല. സുൽഫിക്കയുടെ കൂടെ അല്ലാതെ മറ്റൊരു പുരുഷന്റെ കൂടെ ഞാനിനി ജീവിക്കില്ല. എന്റെ ഒരു സുൽഫിക്ക സ്വന്തം എളിമയെ കയറി പിടിച്ച ആ നീചനെ കുറിച്ചാണോ നീ ഇത്ര പൂഴ്ത്തി സംസാരിക്കണം? അത് ബാപ്പി എളിമയും കൂടെ ചേർന്നുണ്ടാക്കിയ കെട്ടുകഥയല്ലേ? എന്റെ മൊഴി വാങ്ങിയെടുക്കാൻ എടുത്ത തന്ത്രം. അപ്പൊ നീ അത് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാലിനി ഞാൻ ദജ്ജാൽ അബുവായിട്ട് തന്നെ സംസാരിക്കാം. നീ ഗർഭിണിയാണെന്ന് സത്യം നമ്മൾ 3 പേരല്ലാതെ 4ാമതൊരാൾ അറിയാൻ ഇടവന്നാൽ ഒന്നും നിന്റെ മൊയ്യത്തായിരിക്കും. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ ബാപ്പ എന്നെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നത്. നമ്മുടെ നിക്കാഹിന് മുൻപ് എനിക്ക് വിഷം കഴിച്ചോ ആറ്റിൽ ചാടിയോ മരിക്കാമായിരുന്നു. പക്ഷേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്തപ്പോ ഞാൻ ആകെ തളർന്നു പോയി. നിന്റെ ബാപ്പ ഇത്രയ്ക്ക് ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തന്റെ ഇടവും ആണത്വമുള്ള ഒരുത്തനെന്ന നിലയ്ക്കാണ് ഞാൻ അയാളുമായി സഹവസിച്ചത്. ഈ വിവരം പുറത്ത് 4 പേരറിഞ്ഞാൽ തുറന്നു പറയുന്നത് കൊണ്ട് പരിഭവം തോന്നരുത്. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ബാപ്പയോടൊത്തു തന്നെ ജീവിക്കണം. അങ്ങയെക്കുറിച്ച് കേട്ട നിലയ്ക്ക് അങ്ങൊരു നല്ല മനുഷ്യനായിരിക്കുമെന്നും ഇക്കാര്യത്തിൽ അങ്ങയുടെ സഹായം തീർച്ചയായും എനിക്ക് ലഭിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിങ്ങളെ വഞ്ചിക്കാനുള്ള വൈമനസ്യം കൊണ്ടാണ് ഞാനെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞത്. എന്നെ രക്ഷിക്കില്ലേ? എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നോക്കാം. അതെന്റെ ഒരു കടമയായി മാറിയിരിക്കുകയാണ്. സുൽഫിക്കറിനെ കണ്ടുപിടിച്ച് നിന്നെ അയാളുടെ പക്കൽ ഏൽപ്പിക്കുകയാണ് എന്റെ അടുത്ത ജോലി. ശരി, നീ ഇവിടെ കിടന്നുറങ്ങിക്കോളൂ. നാളെ കാണാം.
മുഖം കണ്ടിട്ട് ഇന്നലെ ഉറങ്ങിയ മട്ടൊന്നും ഇല്ലല്ലോ. ചായ കൊണ്ട് കാക്കാക്ക് കൊണ്ടുകൂടെ. ചായ. വാപ്പ വരുന്നു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കൂ. ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാ. വേണ്ടതാണല്ലോ. ഇത്രയും കാലം പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച മകളെ ജനിച്ചിട്ട് കാണാത്ത ഒരുത്തിന്റെ കൂടെ പറഞ്ഞയച്ചതല്ലേ. അവളുടെ വിവരങ്ങൾ അറിയേണ്ടത് ബാപ്പയുടെ ചുമതലയാണ്. എല്ലാവരെയും പോലെയല്ല ഞാൻ എന്റെ മോളെ വളർത്തിയത്. അവളെ കാണാതെ ഒറ്റ ദിവസം തള്ളി നിൽക്കാന്ന് വെച്ചാൽ എനിക്ക് പ്രയാസ. ഒറ്റ മകളല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. അതാണ് ഒരു ഇളം പെണ്ണിനെ പ്രായം കൂടി നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നതിന് പലർക്കും എന്നോട് വിരോധമാണ്. പക്ഷേ അതൊക്കെ എനിക്ക് പുല്ല. എനിക്കറിയാം. ഇവളെ പ്രസവിച്ചിട്ട് ആദ്യമായിട്ടാ വീട് വിട്ട് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ബാപ്പയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞാലല്ലേ അത്ഭുതമുള്ളൂ. റംലത്ത് പറഞ്ഞാണ് ശരി. വേർപാടിന്റെ നൊമ്പരം ചവച്ചിറക്കുമ്പോൾ ആർക്കും അത്ര പെട്ടെന്ന് ഉറങ്ങാനാവില്ല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി, ഇൻഷാ അല്ലാ. എടാ, റംലെ, എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? നടക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണല്ലോ. ഇരിക്കു സജന. ഞാനൊരു വിവരം അറിഞ്ഞിട്ട് പോവാൻ വന്നതാ. ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എന്താ കാര്യം? എനിക്കറിയില്ല. കള്ളം. തീർച്ചയായും നിങ്ങൾക്കതറിയാം. സജനയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ആദ്യ ഭർത്താവ് മൊഴി ചൊല്ലി ദിവസങ്ങൾക്കകം മറ്റൊരാളുടെ ഭാര്യയാകാൻ തയ്യാറായ നിങ്ങളുടെ വാക്കുകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും? പിന്നെ എന്തിനിങ്ങോട്ട് വന്നു? എന്നോടെങ്കിലും നിങ്ങൾ കളവ് പറയില്ലെന്ന് വിചാരിച്ചു. ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്ന് എന്തിനാണെന്ന് ഇപ്പോഴും നിങ്ങൾ പറയില്ല. പറഞ്ഞതുകൊണ്ടുള്ള നേട്ടം? നേട്ടത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം. കാര്യം എന്താണെന്ന് പറ. ഇക്കാക്ക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എന്തിന്? എന്നെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ. നിങ്ങളെ ഇക്കാക്കയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ? ഇക്കാക്ക നിങ്ങളെ മൊഴി ചൊല്ലിയതല്ലേ? ഇക്കാക്കയുടെ ഇഷ്ടപ്രകാരമല്ല അദ്ദേഹം എന്നെ മൊഴി ചൊല്ലിയത്. അതിന്റെ പേരിൽ നാട്ടിൽ പരന്നിട്ടുള്ള കഥകളും ശുദ്ധ കള്ളമാണ്. എന്റെ ബാപ്പയും എളിമയും മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥ. ആ കഥ വിശ്വസിച്ച് നിന്റെ ഇക്കാക്കയെ ഞാൻ കുറ്റപ്പെടുത്തി. അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ എന്നെ മൊഴി ചൊല്ലിയത്. എന്നിട്ട് എന്തിനു നിങ്ങൾ ഈ നിക്കാഹിന് സമ്മതിച്ചു? കല്യാണത്തിന് പെണ്ണിന്റെ സാന്നിധ്യം നമ്മുടെ സമുദായത്തിന് ആവശ്യമില്ലല്ലോ. നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത് ബാപ്പയല്ലേ? ബാപ്പയെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തുന്നു? എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടും നിങ്ങൾ ഇവിടെ മധുവിധം ആഘോഷിക്കല്ലേ? സജന, അനാവശ്യം പറയരുത്. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയെന്ന് നിനക്കറിയാമോ? ഒരു സഹോദരി എന്ന നിലയ്ക്കാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ച മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും സഹിക്കാൻ ആ മനുഷ്യൻ തയ്യാറായിരിക്കുകയാണ്. ഗർഭിണിയായ പെണ്ണോ? നിങ്ങൾ ഗർഭിണിയാണോ? അപ്പോ ആ കുഞ്ഞിന്റെ ബാപ്പ എന്റെയൊക്കെയാണല്ലേ? ഈ സത്യം ഇക്കായ്ക്കറിയാമോ? ഇക്കായ്ക്കെന്നല്ല, ആർക്കും ഇതറിയില്ല. ഒരിക്കലും ഈ രഹസ്യം പുറത്താരോടും പറയില്ലെന്ന് ഞാൻ ആ മനുഷ്യന് വാക്കു കൊടുത്തിരിക്കുകയാണ്. നീ
ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ ഓർക്കാതെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു പോയി. എന്റെയും എന്റെ വയറ്റിൽ കിടക്കുന്ന നിന്റെ ഇക്കയുടെ കുഞ്ഞിന്റെയും നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിന്നോട് കെഞ്ചുകയാണ്. നീ എനിക്ക് വാക്ക് തരണം, ഒരിക്കലും ഒരു കാരണവശാലും ഈ രഹസ്യം പുറത്തു പറയില്ലെന്ന്. സത്യം ചെയ്യ് സജന, സത്യം ചെയ്യേ. മോക്കെന്താ മാസക്കുളി തെറ്റിയോ? ജനാച്ചുമ്മ ഭാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണമെന്നില്ല. പറഞ്ഞു മനസ്സിലായോ? മറ്റുള്ളവർക്ക് സംശയം തോന്നത്തക്ക വിധം പെരുമാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനിയെങ്കിലും സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നാം എന്നും ഭാര്യാഭർത്താക്കന്മാരായിരിക്കണം, അനുഭവത്തിൽ മാത്രം അന്യരും. ഞാൻ എന്നോട് ക്ഷമിക്കൂ.